എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ ഹീറോ എങ്ങനെയാണ് നമ്മുടെ നായികനെ കണ്ടുമുട്ടിയത് എന്ന് അവനിങ്ങനെ നടന്നു വരാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ പെങ്കൊച്ച് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾക്ക് ആക്സിഡന്റ് ആവാൻ പോകുകയെന്ന് വെച്ചിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് അവളെ രക്ഷിക്കും. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം അവർ രണ്ടുപേരും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ ക്ലാസ്സിലായിട്ട് വരുന്നതും അവിടെയായിട്ട് ഈ പെങ്കൊച്ച് പുതുതായിട്ട് ജോയിൻ ചെയ്യും. ഇവളെ കാണുന്നത് നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലാറ്റ് ആയിരുന്നു. അവൻ ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവളും ഇവനെ ഒന്ന് ശ്രദ്ധിക്കും. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ലതുപോലെ ആങ്കറിങ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ സ്കൂളിലെ ക്ലബിലൊക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യും. ഇവളിങ്ങനെ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നതേ ആ സ്കൂളിലുള്ള എല്ലാ ചെറുക്കന്മാരും ഇങ്ങനെ നോക്കിക്കാണും. അവർക്ക് എല്ലാവർക്കും ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. പോരാത്തന്നെ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ ടീച്ചറില്ലേ, അവനും ഇവളെ ഭയങ്കര കാര്യമാണ്. എല്ലാവരും ഇവളുടെ പുറകെയായിട്ട് നടക്കും. അതേപോലെ തന്നെ ഇവരെ എല്ലാവരെയും കാണുന്നേ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ജസ്റ്റ് കൈയെടുത്ത് കാണിക്കുന്നത്. എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും കൂടി ആയിട്ടാണ് അവൾ ഹായ് കൊടുത്തത് എന്ന്. ഇതൊക്കെ കാണുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ലതുപോലെ ജലസ് അടിക്കും. അതിനുശേഷം കാണിക്കുന്നത് ഇവള് മഴയത്ത് ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന കുടയില്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും വന്നിട്ട് ഇവൾക്ക് കുടയൊക്കെ ഓഫർ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയോട്ട് വന്നിട്ട് ഇവളുടെ പേര് ഉറക്കെ വിളിച്ചിട്ട് പറയും, വാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ നായികയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ രണ്ടുപേരുടെ ജാക്കറ്റൊക്കെ പിടിച്ച് മഴ നനഞ്ഞ് ഇങ്ങനെ അതിലേ നടന്നു പോകും. ഇതൊക്കെ അവരുടെ നല്ല മെമ്മറീസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് ടൈമിലാണ്. അവിടെ നമ്മളുടെ ഹീറോയിനാണെങ്കിൽ നായകൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ ഹ്യൂഡയോങ് അല്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവനൊന്നും മനസ്സിലാവത്തില്ല. ഉടനെ തന്നെ നമ്മളുടെ നായിക പറയും, അത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ ആയിരിക്കുന്ന, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, നീ അയാളുടെ മോനല്ലേ. ഉടനെ തന്നെ നമ്മുടെ ആ ഫ്രണ്ട് ചോദിക്കും, നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതെൻ്റെ മോനാണ്. ഉടനെ തന്നെ നമ്മളുടെ നായികയാണെങ്കിൽ അവളുടെ കയ്യിരുന്ന ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയും, കണ്ടില്ലേ ഇതിനകത്ത് അവനെ പോലെ തന്നെ ഇരിക്കുന്ന, അവൻ്റെ മുഖം അവൻ്റെ കണ്ണ്, എനിക്ക് നല്ല ഉറപ്പാണ് ഇത് അവൻ്റെ മോൻ തന്നെയാ എന്ന്. ഉടനെ നമ്മുടെ ഫ്രണ്ട് പറയും, അത് ഞാൻ പ്രേമിച്ചത് നിന്റെ ഭർത്താവിനെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ ആയിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ നായിക ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, നീ ചുമ്മാ കള്ളം പറയരുത് എന്ന്. എന്നാൽ നമ്മുടെ ഫ്രണ്ട് അവിടെ നല്ലതുപോലെ തറപ്പിച്ച് പറയാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ നായിക എന്ത് ചെയ്യുന്നറിയാവോ, അവളുടെ ഭർത്താവിൻ്റെ ഫോണിലോട്ട് കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ നായകനില്ലേ, അവൻ്റെ പോക്കറ്റിലായിട്ട് ഫോൺ ഇരിക്കുമായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ കൈ വെച്ച് പൊത്തി എങ്ങ് പിടിക്കും. അവനിപ്പോൾ എന്ത് വേണമെന്നറിയത്തില്ല. എന്നാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് അങ്ങ് ഓടിക്കളയും. ഇവിടെ നമ്മളുടെ നായികയ്ക്കും ഒന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകനാണെങ്കിൽ പുറത്തായിട്ട് വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, എന്തു പറ്റി നീ എന്നെ വിളിച്ചത് എന്ന്. ഉടനെ നമ്മുടെ നായികയാണെങ്കിൽ ചോദിക്കും, അല്ല നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മോനെ അറിയാവോ. ഉടനെ എന്നെ അവൻ പറയും, പിന്നില്ലേ ഞാൻ അവനെ എത്ര തവണ കണ്ടേക്കുന്നു. ഉടനെ എന്നെ നായിക ചോദിക്കും, അവനെന്താ നിങ്ങളെ പോലെ ഇരിക്കുന്നത്, എനിക്കതാ മനസ്സിലാവാതെ. അപ്പം നമ്മളുടെ ഹീറോ പറയാനായിട്ട് തുടങ്ങും, നീ ഇപ്പോൾ എന്ത് പറഞ്ഞു വരുന്നത്, അവൻ എൻ്റെ മോനാണെന്നോ, അവൻ്റെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ ഇരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായികയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരത്തില്ല. ഉടനെ തന്നെ നമ്മളുടെ ഹീറോ ചോദിക്കും, നീ ആദ്യമേക പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ നിന്നെ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്നായിരുന്നു, ഇപ്പം എന്തുവാ പറയാമെന്ന റീസൺ എനിക്ക് അവിഹിതം ഉണ്ടെന്നാണോ. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായികയാണെങ്കിൽ വേഗം തന്നെ കോൾ അങ്ങ് കട്ട് ചെയ്യും. അവൾ ഇവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും ഇതെങ്ങനെ പോസിബിൾ ആവുക എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിലായിട്ട് നടന്നു വരുന്നതാണ്. അവൻ വിചാരിക്കും എനിക്ക് എൻ്റെ കുട്ടികളെ നല്ലതുപോലെ നോക്കണം എന്ന്. അതേസമയം തന്നെ അതിലൊരു കാറ് വരും. ആ കാറിൽ നിന്നാണ് നമ്മളുടെ ഹീറോയുടെ മോളും അവളുടെ ഫ്രണ്ട്സ് കൂടി ഇറങ്ങി ഓടുന്നത്. ഇത് കാണുന്നേയും അവനൊന്നും മനസ്സിലാവത്തില്ല. ക്ലാസ്സിൽ വരാൻ നേരത്ത് ഒരു പെണ്ണാണെങ്കിൽ ഇവനെ കണ്ടിട്ട് SP എന്ന് വിളിക്കും. അവനാണെങ്കിൽ വിചാരിക്കും ഇനി ഒരു പക്ഷേ ഇതവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പേര് വിളിക്കുന്നതാണോ എന്ന്. അതേസമയം തന്നെ അവൻ്റെ മോളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും, എങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക എന്ന്. അവൾ പറയും, ഞാൻ എല്ലാ തവണ അച്ഛൻ്റെ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഒരു സ്വപ്നം കണ്ടു എന്നുള്ള പേരില്ല, അപ്പോൾ എനിക്ക് അച്ഛൻ പൈസ എടുത്തു തരും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൻ വന്നിട്ട് പറയും, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര മോശമാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കുന്നത്, ഒരു ദിവസം ഇങ്ങനെ കാറിൽ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവാകുമെന്ന് അറിയാവോ, നിങ്ങളുടെ പേരൻസ് അധ്വാനിച്ചല്ലേ പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ നല്ലതുപോലെ ഉപദേശിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ആ പെങ്കൊച്ചിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയ്ക്കൊന്നും മനസ്സിലാക്കില്ല. അവൻ വിചാരിക്കും എങ്കിലും ഇവളെന്തിനാ എൻ്റെ അടുത്ത് ഉപദേശിച്ചിട്ട് പോകുന്നതെന്ന്. ഉടനെ തന്നെ അവനെ SP എന്ന് വിളിച്ച പെണ്ണില്ലേ, അവൾ വന്നിട്ട് പറയും, അവളുടെ അച്ഛനും ഇതേപോലെയാണ്, എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് അവൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടമല്ല. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ വിചാരിക്കും, ഞാനതിന് അവളെ എന്താണ് ഉപദേശിച്ചത് എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. അവളാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോന്നൊക്കെ അലക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ ആ കമ്പനിയിലെ JBC അവിടെ നിന്ന് മെസ്സേജ് വരും, അതായത് അവൾക്കിപ്പോൾ ആങ്കറിങ്ങിന് ജോലി കിട്ടിയെന്ന്. ഇതറിയുന്നതിന് നമ്മളുടെ ആ നായികയ്ക്ക് ഭയങ്കര സന്തോഷം. അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അതേപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിനും മെസ്സേജ് അയച്ചു വിടും. ഇത് കാണുന്നതും അവനും ഭയങ്കര സന്തോഷം. അതേസമയം തന്നെ അവൻ്റെ മോൻ അതിലേ നടന്നു വരുമായിരുന്നു. ഇത് കാണുന്നതും അവനാണെങ്കിൽ അവൻ്റെ മോനെ വിളിച്ചിട്ട് പറയും, എടാ മോനെ വാ, നമുക്ക് രണ്ടുപേർ കൂടി പോയി എന്തെങ്കിലും കഴിക്കാം, എൻ്റെ വകയാണ് ട്രീറ്റ് എന്ന്. അതിനുശേഷം
ശേഷം കാണിക്കുന്നത് നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ ഓഫീസിലായിട്ട് ചെല്ലുന്നതാണ്. അവിടെ ചെന്നിട്ട് അവൾ എല്ലാവരുമായിട്ടൊക്കെ കമ്പനിയായി ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൾ രാത്രി സമയത്ത് തിരിച്ചു വരുന്നതും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന എന്തുവാ അവിടെയായിട്ട് നമ്മളുടെ നായകൻ നിൽക്കുവാണ്. ഇവനെ കാണുന്നത് നമ്മളുടെ നായിക ചോദിക്കും, എടാ മോനെ നീ എന്തു പറ്റി ഇവിടെ നിൽക്കുന്നേന്ന്. ഉടനെ തന്നെ അവൻ പറയും, അത് ഞാൻ ഇതിലേ പോവുമായിരുന്നു, അപ്പോഴാണ് നിങ്ങളെ കണ്ടത് എന്ന്. ഇവിടെ നല്ലതുപോലെ തണുക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിരുന്ന കോട്ടെടുത്ത് ഇവളുടെ ദേഹത്തായിട്ട് ഇട്ട് കൊടുക്കും. ഇതൊക്കെ കാണുന്നതും അവൾക്ക് ഓർമ്മ വരുന്നത് തന്നെ അവളുടെ ഹസ്ബൻഡിനെയാണ്. അവൾ വിചാരിക്കും, ഇവനെന്താ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്ന്. എങ്കിലും അവൾ ഭയങ്കര കൺഫ്യൂസ് ആക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ നായികയാണെങ്കിൽ അവളുടെ ജോലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അവളാണെങ്കിൽ നല്ലതുപോലെ ആങ്കറിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഫേവറേറ്റുമായി. അതേപോലെ തന്നെ അവൾ നല്ല കിടിലമായിട്ട് വൈറലാവുകയും ചെയ്തു. ഇതാണെങ്കിൽ അവളുടെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അവൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ജലസിയാണ്. അവളാണെങ്കിൽ നമ്മളുടെ നായികനെ മോശം പേരാക്കാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റിലെല്ലാം നല്ലതുപോലെ വൈറലാക്കും. അതായത് നമ്മുടെ നായികയ്ക്ക് 18ാമത്തെ വയസ്സിൽ തന്നെ 2 കുട്ടികൾ ജനിച്ചായിരുന്നു എന്ന്. ഇതറിയുന്നതും നമ്മളുടെ ഈ ഇന്റർനെറ്റില്ലേ അത് ഭയങ്കരമായിട്ടങ്ങ് വൈറലായിട്ട് എല്ലാവരോടും ചേർന്ന് നമ്മളുടെ നായികനെ നല്ലതുപോലെ ബുള്ളി ചെയ്യാൻ തുടങ്ങും. അതായത് ബാഡ് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അതേപോലെ തന്നെ ഈ സംഭവം നമ്മുടെ സ്കൂളിൽ നന്നായിട്ട് വ്യാപിച്ചായിരുന്നു. എല്ലാവരുടെയും ചർച്ചാ വിഷയം ഇപ്പൊ അത് തന്നെയാണ്. ക്ലാസ്സിൽ മറ്റേ ആ റൗഡി ചെറുക്കനില്ലേ അവൻ എവിടെ ഇരുന്നിട്ട് പറയും, ഇവിടെയുള്ള ആ ട്വിൻസ് പിള്ളേരില്ലേ അവർ തന്നെയാണ് ഈ ആങ്കറിന്റെ മോൻ. എന്തൊക്കെയായിരുന്നാലും അവരുടെ മനക്കെട്ടി അപാരം തന്നെയെന്നും പറഞ്ഞിട്ട് ഈ ചെറുക്കൻ ഓരോന്ന് മോശം പറയും. അതേസമയം തന്നെ നമ്മുടെ ഹീറോ അതിലേ വരും. അവനിത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇടിക്കാനൊക്കെ തോന്നും. അതേസമയം തന്നെ നമ്മുടെ ആ പെങ്കൊച്ചിന്റെ ഫ്രണ്ട് ഒരുത്തനില്ലേ അവനാണെങ്കിൽ ഈ റൗഡി ചെറുക്കൻ എടുത്തിട്ട് നല്ലതുപോലെ ഒരു അടി അങ്ങ് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും നമ്മുടെ നല്ലതുപോലെ ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ആവും. ഇത് കാണുന്നേ നമ്മുടെ ഹീറോ വിചാരിക്കും, എന്നാലും ഇവൻ എന്താ എൻ്റെ മോളെ പറ്റി പറഞ്ഞപ്പോൾ ഇത്രയ്ക്കങ്ങ് ദേഷ്യം വന്നത്. ഇനി ഒരു പക്ഷേ അവൻ എൻ്റെ മോളെ ഇഷ്ടം വല്ലതും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ കൂട്ടുകാരൻ ചെറുക്കനില്ലേ അവൻ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹീറോ വന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നത്, എടാ മോനെ നിന്റെ വീട്ടിലെ അച്ഛൻ എന്തുവാ ജോലി, അച്ഛൻ്റെ നമ്പർ എനിക്കൊന്ന് തരുമോ, എനിക്കൊന്ന് സംസാരിക്കാനാ എന്ന്. ഇത് കേൾക്കുന്നേ അവൻ പറയും, അല്ല നിനക്കെന്താ പ്രാന്താണോ, നിന്റെ അടുത്ത് എന്തിനാ ഞാൻ അതൊക്കെ പറയുന്നതെന്നും പറഞ്ഞിട്ട് ഇവൻ വലിയ മൈൻഡ് ഒന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിനെയാണ്. അവളാണെങ്കിൽ ഇവ കമ്പനിയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആങ്കറില്ലേ, പോരാത്തതിന് ഇവളുടെ പേരിലായിട്ട് ഇപ്പൊ കുറെ റൂമേഴ്സ് നടക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നായികനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് താരം വരും. അയാൾ വന്നിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് എന്ന്. അവിടെ നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ നല്ല കിടിലമായിട്ട് അവൻ്റെ അടുത്ത് സംസാരിക്കും. ഇവനാണെങ്കിൽ പറയും, ഞാൻ നിങ്ങളെ പറ്റിയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ കേട്ടായിരുന്നു, എന്നാൽ നിങ്ങൾ കിടില ഒരു ആങ്കർ ആണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, എല്ലാം നേരെയാവും എന്നൊക്കെ അവൻ പറയും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മുടെ നായിക എടുത്ത് ഫോൺ നമ്പർ ചോദിക്കും. ഉടനെ തന്നെ അവിടെ ചോദിക്കും, അല്ല ഞാനിതിനെ നിങ്ങൾക്ക് ഫോൺ നമ്പർ തരുന്നത്. അപ്പോൾ അവനാണെങ്കിൽ പറയാൻ തുടങ്ങും, അത് എനിക്കിനി ചോദിക്കാനുള്ള ചോദ്യത്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചോദിക്കാനാ എന്ന്. അങ്ങനെ അവരാണെങ്കിൽ വീണ്ടും മീറ്റ് ചെയ്യും. അവിടെയാണെങ്കിൽ ഇവൻ വന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന്. എന്നാൽ നമ്മളുടെ നായിക പറയും, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇവിടെ നിന്ന് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ നായിക അവിടെ നിന്നങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ നായകനെ കാണിക്കും. അവനാണെങ്കിൽ അവിടെയായിട്ട് നമ്മളുടെ ഈ നായികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അവൻ വിചാരിക്കും, എന്നാലും അവൾ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തത് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ നായിക ഇതിലേ വരും. അവൾ നല്ല ലേറ്റ് ആയായിരുന്നല്ലോ. അവിടെയായിട്ട് ഇവനെ കാണുന്നത് അവൾ പതിവ് പോലെ ചോദിക്കും, എടാ മോനെ നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ അവൻ പറയും, ഞാനിതിലെ ജസ്റ്റ് പാസ് ചെയ്ത് പോകുമായിരുന്നു, അങ്ങനെ നിങ്ങളെ കണ്ടതാ എന്ന്. എന്നിട്ട് അവൻ അവിടെയാണെങ്കിൽ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിലെ ഫീലിങ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. 18ാമത്തെ വയസ്സിൽ 2 കൊച്ചുങ്ങളെ നോക്കാന്ന് വെച്ചാൽ അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നിങ്ങൾ ഭയങ്കര ബ്രേവാണ്, നിങ്ങളൊരു സ്ട്രോങ് വുമൺ ആണ് എന്നൊക്കെ അവൻ പറയും. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ നായികയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവളാണെങ്കിൽ ചോദിക്കും, ഇത്ര കുഞ്ഞു പ്രായത്തിലെ നീ എന്താ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ നായകനും ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് കയറുന്നതും അവനിവിടെ യാത്രയ്ക്കായിട്ട് തിരിച്ചു പോകാനൊരുങ്ങും. ഇവിടെ നമ്മളുടെ നായകനാണെങ്കിൽ നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് തെറ്റ് അവൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ഹീറോയുടെ മോളില്ലേ അവളാണെങ്കിൽ അവളുടെ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവളിപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്ത് പറ്റി ഇത്ര വിഷമിച്ചിരിക്കുന്നേ എന്ന്. ഉടനെ തന്നെ അവൾ പറയും, എനിക്കൊരു കാര്യം അറിയാവോ, ഞങ്ങൾ 2 പേരും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ആവശ്യമില്ലാതിരുന്നൊരു സമയത്താണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും അവരുടെ യങ് ഏജ് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്കത് ആലോചിച്ചിട്ട് നല്ല സങ്കടമുണ്ട്. നിനക്കൊരു കാര്യം അറിയാവോ, എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഡിവോഴ്സ് ആവാൻ പോവുക. അതിൻ്റെ റീസൺസും ഞങ്ങൾ തന്നെയാണ്. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും എൻ്റെ അച്ഛനാണെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിക്കുകയോ
തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ ജോലി തന്നെ ഏറ്റവും വലുത്, ഞങ്ങളുടെ അമ്മ തന്നെയാണ് എപ്പോഴും നന്നായിട്ട് നോക്കിയിട്ടുള്ളത് എന്നൊക്കെ അവൾ പറയും. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയും അപ്പുറത്ത് നിന്ന് കേൾക്കുമായിരുന്നു. അവന് നല്ല സങ്കടമുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അപ്പോൾ അവൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുന്നതും അവനൊരു മെസ്സേജ് വരും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നായികയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. നാളെയാണ് കോർട്ടിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് വരേണ്ടത്, മര്യാദയ്ക്ക് നീ വന്നോണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ മോൾക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് കുറേ ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അത് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് കാണുന്നേയും അവൻ്റെ മോളും ഫ്രണ്ട്സും ഒക്കെ ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അപ്പോൾ അവർ ചോദിക്കും ഇതൊക്കെ എന്തുവാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹീറോ പറയും, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ മോശമായിട്ടൊക്കെ നടന്നിട്ടില്ലേ, അതിന് പകരമായിട്ടാണ് ഞാനിത് വാങ്ങിയിട്ട് വന്നത് നിങ്ങളെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്ന എല്ലാവർക്കും നല്ല സന്തോഷം. നമ്മുടെ ആ പെങ്കൊച്ചാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ആ ബർഗറൊക്കെ ഇരുന്ന് കഴിക്കും. അതേസമയം തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അവനും അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിയിട്ട് വന്നായിരുന്നു. ഇത് കാണുന്നേ അവന് ഭയങ്കര സംശയമാവും. അതായത് നമ്മുടെ ഹീറോയ്ക്ക് ഇനി ആ പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണോ, അവളെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണോ അവനൊരിക്കൽ ഇവൻ്റെ അടുത്ത് അവൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചത് എന്ന് അവൻ അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വൈകുന്നേര സമയത്ത് നമ്മുടെ ഹീറോ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നതും അവൻ്റെ മോളും അതേപോലെ തന്നെ അവളുടെ ഫ്രണ്ടോട്ട് ഇരുന്ന് സംസാരിക്കുന്നേ. അവരിപ്പോൾ ഫസ്റ്റ് ലവിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ആ കൂട്ടുകാരി പെണ്ണ് മോളുടെ അടുത്ത് ചോദിക്കും, അല്ല നിൻ്റെ അച്ഛനും അമ്മയും ഫസ്റ്റ് ലവ് അല്ലായിരുന്നോ എന്ന്. ഉടനെ തന്നെ അവൾ പറയും, എൻ്റെ അച്ഛനും അമ്മയാണ് ഫസ്റ്റ് ലവ്, എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ സെക്കൻഡ് ലവ് ആയിരുന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ ഭയങ്കര ഷോക്കായി പോകും. അവൻ വിചാരിക്കും, അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സെക്കൻഡ് ലവ് ആയിരുന്നു എന്ന്. ഉടനെ തന്നെ അവനാണെങ്കിൽ ഈ മോളുടെ അടുത്ത് സംസാരിക്കാൻ വരും. എന്നിട്ട് പറയും, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്, അവർ രണ്ടുപേരും ഫസ്റ്റ് ലവ് തന്നെയായിരുന്നു. ഉടനെ തന്നെ അവൾ ചോദിക്കും, അല്ല നീ എന്തിനാ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്? അപ്പോൾ അവൻ പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദൂതനായിരുന്നു എൻ്റെ അച്ഛനെന്ന്, അതുകൊണ്ട് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. ഉടനെ തന്നെ നമ്മുടെ പെങ്കോശു പറയാം, അല്ല എൻ്റെ അമ്മയുടെ സെക്കൻഡ് ലവ് ആയിരുന്നു എൻ്റെ അച്ഛനെന്ന്. ഇത് കേൾക്കുന്നത് അവന് ഭയങ്കര സങ്കടമാവും. അവൻ മനസ്സ് തകർന്ന് അവിടെ നിന്നങ്ങ് പോകും. അതേസമയം തന്നെ ആ മോളും കൂട്ടുകാരിയോട് ഇരുന്ന് സംസാരിക്കും. അവൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ലവ് അമ്മയുടെ അച്ഛൻ തന്നെയായിരുന്നു. എല്ലാ പെൺകൊച്ചുങ്ങളെ സംബന്ധിച്ചും അവരുടെ ഫസ്റ്റ് ലവ് അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് പറയും, എടാ നിനക്കൊരു കാര്യം അറിയാം, എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് ലവ് ഞാനല്ലടാ വേറെ ആരോ ആണ്, മിക്കവാറും അവൾ അതിൻ്റെ പേരിലായിരിക്കും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നേ അവൻ്റെ ഫ്രണ്ട് പറയാം, എടാ നീ ഒന്ന് വിഷമിക്കാണ്ടിരിക്കുക, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം, നിനക്ക് ഞാനത് കണ്ടുപിടിച്ച് തന്നാൽ പോരെയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങും. ഇവിടെ നമ്മളുടെ ഹീറോയിൻ്റെ ആ ഫ്രണ്ട് ഒരുത്തിയില്ലേ, ആ പെണ്ണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവനാണെങ്കിൽ ആ പെണ്ണിനെ പിടിച്ചെടുത്ത് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി, അവൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ, അതുകൊണ്ടാണോ അവൾ എൻ്റെ ഫ്രണ്ടിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഉടനെ തന്നെ ആ പെണ്ണ് പറയാനായിട്ട് തുടങ്ങും, നിന്നോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവളെ ഡിവോഴ്സ് ചെയ്യുന്നതിന് തക്കതായിട്ടുള്ളൊരു കാരണമുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ആ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം കാണിക്കുന്ന ഈ ഫ്രണ്ട് നമ്മളുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്നിട്ട് അവന് പറഞ്ഞ് മനസ്സിലാക്കും, നിനക്കറിയാവോ അവൾ എന്തിൻ്റെ പേരിലാണ് നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുന്നേ എന്ന്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങളൊരു റീയൂണിയന് പോയില്ലായിരുന്നോ, അവിടെയാണെങ്കിൽ എല്ലാവരും നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു, നീ മാത്രമായിരുന്നില്ലേ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന ആളായിട്ടിരുന്നത്. എല്ലാവരും നിന്നെ കളിയാക്കിയതുകൊണ്ട് തന്നെ അവൾ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ആ സമയത്ത് നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്തായിരുന്നു. അതായത് നിന്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണക്കാരി അവളാണ്, അല്ലായിരുന്നെങ്കിൽ അവനവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്താനേ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയിന് നല്ല സങ്കടമായിരുന്നു. അതിനുശേഷം അവരെപ്പോഴടി കൂടിയാലും ഇവർക്കിടയിലുള്ള മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. അവളങ്ങനെ വിചാരിക്കും, അതായത് ഞാൻ എങ്ങനെയെങ്കിലും ഇവൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോണം, എന്നാൽ മാത്രമേ അവൻ സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ എന്ന്. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് നമ്മളുടെ ഹീറോയിനാണെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്യണം എന്ന് തീരുമാനിച്ച്. ഇപ്പോഴാണ് നമ്മളുടെ ഹീറോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് പറയും, എടാ നീ അവൾക്ക് ഡിവോഴ്സ് അങ്ങ് കൊടുത്താരെ, അവൾ എന്തുമാത്രമാണ് കഷ്ടപ്പെട്ടത്, ഇനി ഒരിക്കലും നീ അവളെ ശല്യം ചെയ്യാൻ പാടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ കോർട്ടിലായിട്ട് നമ്മുടെ ഹീറോയിൻ ഇരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ഹീറോ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ആ കോർട്ടിലായിട്ട് നടന്നു വരും. അതും അവൻ്റെ ഈ 18 വയസ്സിലുള്ള ലുക്കിൽ. ഇത് കാണുന്നേ നമ്മളുടെ ഹീറോയിൻ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. അവൾക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.